അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യപേപ്പറാണ്. പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ഭാഗം നോക്കാം. യോജിപ്പിക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. 1. പരമാവധി താഴ്മ ചെയ്യലാണ്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഖുർആൻ, ഇബാദത്ത്, ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇജ്മാ, ഖിയാസ്. ഒന്നാമത്തത് പരമാവധി താഴ്മ ചെയ്യലാണ്. ഏതാണ്? ഇബാദത്ത് എന്നുള്ളതാണ് ശരി. അപ്പം അത് അവിടെ എഴുതി കൊടുക്കുക. 2. അഗ്നി ജ്വാലകളിലൂടെ പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇനി അടുത്തത് മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അത് ഖുർആനാണ്. അപ്പോൾ ഇവിടെ ഖുർആൻ എന്ന് എഴുതി ചേർക്കുക. 4. നൈൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. 5. പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ. അപ്പം ഇജ്മാ ആണ് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. ഇജ്മാ എന്നുള്ളത് എടുത്തെഴുതുക. ഇനി രണ്ടാമത്തെ ഭാഗം, ശരി അടയാളപ്പെടുത്താം. താഴെ 5ഓളം ചോദ്യങ്ങളും ഓരോന്നിനോടും നേരെ 3 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. അപ്പം ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. 1. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, ഷാഫി റഹിമഹുല്ല, അബുൽ ഹസനിൽ അശ്അരി റഹിമഹുല്ല. അപ്പം അത് ശരിയായിട്ടുള്ള ആൻസർ അബുൽ ഹസനിൽ അശ്അരി റഹിമഹുമുല്ല എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു യഹൂദികൾ, ക്രൈസ്തവർ, അമുസ്ലിങ്ങൾ. ആരാണ്? ക്രൈസ്തവരാണ്. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഖാലിദ് റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 4. മൂസ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരി അലി റളിയല്ലാഹു അൻഹു, സുലൈമാൻ നബി, ഫിർഔൻ. അപ്പോൾ ഫിർഔൻ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 5. 23 വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ടത് സബൂർ, ഖുർആൻ, ഇഞ്ചീൽ. അപ്പോൾ ഖുർആനാണ് 23 വർഷം കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ ഖുർആൻ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത്, യോജിച്ച സ്ഥാനത്ത് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഓരോന്ന് നോക്കാം. ആദ്യം ബ്രാക്കറ്റുള്ളതൊന്ന് വായിച്ചു നോക്കാം. അബി ഖുഹാഫ, ഔഫ്, അബി വഖാസ്, അബി ത്വാലിബ്, സെയ്ദിൻ, അഫ്ഫാൻ, ഉബൈദില്ല, അൽ അവ്വാം. ചോദ്യം 1, ഉസ്മാനുബിനു. അപ്പോൾ അവിടെ എങ്ങനെ വരും? ഉസ്മാനുബിനു അഫ്ഫാൻ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അലിയുബിനു അബി ത്വാലിബ്. 3. സഅദുബിനു അബി വഖാസ്. 4. ത്വലഹത്തുബിനു ഉബൈദില്ല. 5. സഈദുബിനു സെയ്ദ്. 6. സുബൈറുബിനുൽ അവ്വാം. 7. അബൂബക്കറുബിനു അബി ഖുഹാഫ. 8. അബ്ദുറഹ്മാനുബിനു ഔഫ്. ഇനി അടുത്ത് 4ാമത്തെ ഭാഗം നോക്കാം. പൂർത്തിയാക്കാം. 2ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പൂർത്തിയാക്കിയിട്ട് എഴുതാനാണ്. 1. മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹ. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഖുൽ ലാ യഅ്ലമു മൻ ഫിസ് സമാവാതി വൽ അർളി ഗൈബ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അപ്പോൾ താഴെ അടിവര ഇട്ടതാണ്. അതിലൊക്കെ പൂരിപ്പിച്ച് എഴുതാനുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി 5ാമത്തത്, ഒറ്റ വാക്കിൽ എഴുതാം. ചോദ്യം 1, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്വാലിഹീൻ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ ആരാണ്? യൂസുഫ് അലൈഹിസ്സലാം. ഇനി 2ാമത്തത്, പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്തിനെ കുറിച്ചിട്ടാണ്? ദുനിയാവിനെ കുറിച്ചിട്ട്. അപ്പോൾ അവിടെ ദുനിയാവ് എന്ന് എഴുതുക. 3. മനുഷ്യരുടെ വ്യക്തമായ ശത്രുവാണ് ആര്? പിശാജ്. അപ്പോൾ അവിടെ പിശാജ് എന്ന് എഴുതി ചേർക്കുക.
ഇനി ആറാമത്തത് വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്ന്, ബിദ്അത്തുൻ ളലാല. ബിദ്അത്തുൻ ളലാല എന്നാൽ എന്ത്? ഉത്തരം, ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ. ഇവക്കാണ് ബിദ്അത്തു ളലാല എന്ന് പറയുക. 2, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഐബിയായ കാര്യം. എന്താണ്? നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് ഈസാ നബി പറഞ്ഞ ഐബിയായ കാര്യം. 3, അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ആരാണ്? ഉത്തരം, മുഅ്മിനായ നിലയിൽ നബിയുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർ, അവർക്കാണ് അസ്ഹാബുൻ നബി എന്ന് പറയുക. 4, ഔലിയാക്കൾ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവർ, അവർക്കാണ് ഔലിയാക്കൾ എന്ന് പറയുക. 7 ഭാഗം, ആശയം എഴുതാം. 1, ഇന്ന ശിർക ലളുൽമുൻ അളീമുൻ. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. 2, വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് രണ്ടാമത്തതിൻ്റെ ആശയം. ഇനി ഏറ്റവും അവസാനത്തത് 8 ഭാഗമാണ്, ഉത്തരം എഴുതാം. ചോദ്യം 1, മുർത്തദ് മുസ്ലിമാവാൻ എന്ത് ചെയ്യണം? മുർത്തദ് മുസ്ലിമാവാൻ എന്ത് ചെയ്യണം? ഉത്തരം, 2 ഷഹാദത്ത് കലിമ ഉച്ചരിക്കലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദായത് അതിൽ നിന്ന് മടങ്ങി എന്നു സമ്മതിച്ച് പറയുകയും വേണം. എന്തൊക്കെയാണ്? 2 ഷഹാദത്ത് കലിമ ഉച്ചരിക്കലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം. 2, ഐബ് എന്നാൽ എന്ത്? ഉത്തരം, സൃഷ്ടികൾ സാധാരണ ഗതിയിൽ അറിയാത്തത്. അപ്പൊ സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഐബ് എന്ന് പറയുന്നത്. ഇനി 3, അദ്ദുആ എന്നാൽ എന്ത്? ദുആ എന്നാൽ എന്ത്? ഉത്തരം, ആരാധ്യനാണെന്ന് വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന, അതിനാണ് എന്ത് പറയുന്നത്? ദുആ എന്ന് പറയുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.